കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത 24 ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വൻ ജനാവലിയെ സാക്ഷി നിർത്തി വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. കിഴക്കേത്തലയിലെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ ഒരുക്കിയ വേദിയിൽ വെച്ചാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റത്. കൽക്കുണ്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആനി ഡേവിഡ് എന്ന മേഴ്സി ടീച്ചറാണ് മുതിർന്ന അംഗമെന്ന നിലയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റെടുത്തത്. തുടർന്ന് മറ്റംഗങ്ങൾക്ക് മേഴ്സി ടീച്ചർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 1-ാം വാർഡിൽ നിന്നും വിജയിച്ച ശിഹാബ് എത്താൻ വൈകിയതിനാൽ 2-ാം വാർഡ് മുതലുള്ള അംഗങ്ങൾ വഴി സ്ഥാനമേറ്റു. അവസാനമാണ് ശിഹാബ് പ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റത്. ലീഗ് പ്രതിനിധി കെ മുഹമ്മദ് മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി മജീദ് തയ്യൽ പുന്നക്കാട്, CPM പ്രതിനിധി അബുബക്കർ എന്ന കുഞ്ഞാണി, കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധി ജോയി വയലിൽ, ജോസഫ് ഗ്രൂപ്പ് പ്രതിനിധി TD ജോയി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി മിനിറ്റ്സിൽ ഒപ്പുവെച്ച് പ്രഥമ യോഗം ചേർന്നു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കരുവാരകുണ്ട് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട BP ജസീറ, കേരള വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സെലീന, പുന്നക്കാട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട M ഫിയാസ് എന്നിവർ മറ്റംഗങ്ങളോടൊപ്പം കാളികാവിൽ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാരകുണ്ട് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫ് മറ്റംഗങ്ങൾക്കൊപ്പം സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആനി ഡേവിഡ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇംതിയാസ് ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുലൈഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കുണ്ടുകാവിൽ സൈനുദ്ദീൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഷമീന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കർമ്മങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. റഷീദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
സിബിലിമോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുംതാസി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ടി.കെ. സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഫസീല കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പ്രയോജനപ്പെടുത്തിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട A.K. അംസക്കുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ ഉണ്ണീൻകുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുനീറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതമോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കുമെന്നും വിശ്വസ്തയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്ന് നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്മിത അനിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അബ്ദുൽ സബാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും
ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. സോണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഷബീർ അലി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സഫീല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അബ്ദുസ്സലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടിയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഖാലിദ് റഹ്മാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഷിഹാബ് കച്ചേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജസീറ VP എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് പിയാസി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്താൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
എല്ലാവിധത്തിലുള്ള പിന്തുണയും ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഭരണസമിതിക്ക് ഉണ്ടാവണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരമേറ്റെടുത്ത മുഴുവൻ ജനപ്രതിനിധികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. 24 വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലാണ്, ഈ മനോഹരമായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സന്തോഷം നിറഞ്ഞ ഈ ചടങ്ങിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, അതേപോലെ ഇന്ന് സത്യപ്രതിജ്ഞ 24 വാർഡിലെ മുഴുവൻ പുതിയ മെമ്പർമാർക്കും ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും കരുവാരക്കുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും UDFന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വലിയ വീറും വാശിയിലും നടന്ന ഒരു സംഭവമാണ്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. 24 അംഗങ്ങൾക്കും നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എല്ലാവർക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ഉജ്ജ്വലമായ വിജയം നേടിയ 24 മെമ്പർമാരെയും ഞാൻ ആദ്യമായിട്ട് തന്നെ പ്രശംസിക്കുകയാണ്, അവർക്ക് ആശംസകൾ നേടുകയാണ്. അവരോട് ചെറിയൊരു ഉപദേശമുള്ളത്, ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന ഈ 24 പേരും നിങ്ങളൊരു പാർട്ടിയുടെയോ അല്ലെ ഒരു കുടുംബത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ മാത്രം മെമ്പറല്ല, നിങ്ങൾ ആ വാർഡിന്റെ മുഴുവൻ മെമ്പറാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ 5 വർഷവും നിങ്ങളുടെ പ്രവൃത്തി പഠനത്തിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ പുതിയതായിട്ട് സ്ഥാനമേൽക്കുന്ന നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കും. കാരണം അതിനകത്ത് തന്നെ നല്ല മുഖങ്ങളും മോശം മുഖങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെ കരുതലോട് കൂടിയിട്ട് കരുതിയിരിക്കുക. എല്ലാവർക്കും വാർഡിന്റെ എല്ലാ ഭാഗത്തും നിങ്ങളുടെ വികസനം, നിങ്ങളുടെ പ്രവൃത്തികൾ എത്തത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിപ്രവൃത്തികരമായ ഈ സദസ്സിലിരിക്കുന്ന 24 മെമ്പർമാർ, UDFന്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ചരിത്ര നിമിഷം എന്ന് പറയേണ്ട ഒരു വലിയ സംഭവമായി മാറിയിരിക്കുന്നു ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ജനപ്രതിനിധികൾ 24 ഒറ്റക്കെട്ടായി അവരുടെ വാർഡുകളിൽ അവരുടെ കഴിവുകളും നിർദ്ദിഷ്ടമായ എല്ലാ മേഖലകളിലും സമസ്ത മേഖലയിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. ജനങ്ങളുടെ ആഗ്രഹവും സന്തോഷവുമായ ദിവസത്തിൽ കൂടുതൽ വാക്കുകൾ പോകാൻ ഉദ്ദേശമില്ല. കാരണം എല്ലാ മെമ്പർമാർക്കും ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന UDFന്റെ എല്ലാ പ്രവർത്തകരെയും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മെമ്പർമാർ കരുവാരക്കുണ്ടിന്റെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അടുത്ത 5 വർഷം നമ്മുടെ കരുവാരക്കുണ്ടിനെ മുഖച്ഛായമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രയത്നത്തോടു കൂടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ കരുവാരക്കുണ്ട് വികസനത്തിന് വേണ്ടി കരുവാരക്കുണ്ടിലെ വ്യാപാരി സമൂഹം, കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ നിങ്ങളുടെ വാർഡിലെ എല്ലാ മെമ്പർമാരുടെ ഒപ്പം എല്ലാ പിന്തുണയും എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ ചടങ്ങ് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും കാളികാവ് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരിയുടെയും പേരിൽ ഞാൻ നിങ്ങളെ നന്ദി അറിയിക്കുക. മുഴുവൻ ജനപ്രതിനിധികൾക്കും ഭരണാധികാരിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുക.